ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇഷ്ടമാത്ര സീരിയലിലെ ഇനി വരാൻ പോകുന്ന ആഴ്ചയിലെ മുഴുവൻ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ രചനയാണെന്നുണ്ടെങ്കിൽ ആകാശിനോട് പറയുന്നുണ്ട്, ആകാശ് ഇനി നമുക്ക് കോടതിനെ ഒന്നും കൂടി സമീപിച്ചാലോ എന്ന് ചോദിക്കാണ്. അപ്പോ ആകാശ് ചോദിക്കട്ടെ, എന്തിന്? അല്ല, എന്റെ മോളെ വിട്ടു തരണമെന്ന് പറഞ്ഞിട്ട്. ആദി, നിന്റെ മമ്മിക്ക് എന്താ വട്ടാണോ? അതിന് കോടതി നിന്റെ മോളോട് ചോദിക്കും ആരുടെ കൂടെയാ നിൽക്കേണ്ടെന്ന്. അവള് പറയും മഹേഷിന്റെ കൂടെ നിന്നാ മതി. അതുകൊണ്ട് നീ കൊടുത്ത ആ ഒരു സംഭവം അങ്ങോട്ട് ക്ലോസ് ആവും, തീരും. മനസ്സിലായോ? ആദി, നീ സംസാരിച്ച സമയം കണ്ട പൊയ്ക്കോ, നിന്റെ ഇഷിതാമ്മ നിന്നെ കാത്തു നിൽക്കുകയായിരിക്കും എന്ന് പറയാണ്. അങ്ങനെ ആദി നേരെ ഫ്ലാറ്റിലേക്ക് പോവാണ്. ആകാശ് കാണിക്കുന്ന മാറ്റം ശരിക്കുള്ള മാറ്റം തന്നെയാണോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആകാശ് ആദ്യത്തെ ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോ ഒരു അഭിനയം പോലെയാണെന്നാ എനിക്ക് തോന്നുന്നത് എന്ന് രചന പറയുമ്പോഴേക്കും ആകാശ് പറയണ്ടേ, എനിക്ക് അഭിനയിക്കേണ്ട ഒരു കാര്യമില്ല രചന. നിന്റെ മോളെ എനിക്ക് അത്രമാത്രം ഇഷ്ടമാണ്. പിന്നെ അവരെന്നെ എതിർത്ത് എന്തെങ്കിലും പറയുമ്പോൾ മാത്രമേ എനിക്ക് ദേഷ്യം വരാറുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് നിന്റെ മോളെയൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. എന്റെ ഇര അവരൊന്നുമല്ല, അറിയാലോ, മഹേഷ് ആണ് എന്റെ ഇര എന്ന് പറയുമ്പോഴേക്കും രചന പറയണ്ട്, അത് ആകാശിന് മാത്രമല്ല എന്റെയും ശത്രുവാണ് മഹേഷ് എന്ന് പറയണം. അതിനുശേഷം ആദ്യം നേരെ ഫ്ലാറ്റിലേക്ക് പോവാട്ടോ. ബെല്ലടിക്കുമ്പോ സ്വപ്നവല്ലിയാണ് വാതിൽ തുറക്കണത്. ആഹാ, ഇതാരാ? ആദ്യ മോനോ? എത്ര നാളായി മോൻ ഇങ്ങോട്ടൊന്ന് വന്നിട്ട്? മോനൊരു അനിയത്തിയോ ഉണ്ടാവാൻ പോവാണ്. അത് അറിഞ്ഞിട്ട് പോലും മോൻ ഇങ്ങോട്ടേക്ക് വന്നില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും അവിടേക്ക് ചിപ്പി വരുന്നുണ്ട്. അച്ഛമ്മേ, അത് വേറൊന്നുമല്ല, നമ്മൾ ആരും ആദ്യേട്ടനെ വിളിച്ചില്ല എന്നൊക്കെയാണ് ആദ്യേട്ടൻ പരാതി പറയണത്. ആണോ മോനെ? അങ്ങനെ പറഞ്ഞോ? അത് ഞാൻ ചുമ്മാ ഇവളെ പറ്റിക്കാൻ പറഞ്ഞതാ, വേറൊന്നുമല്ല മോനെ എന്ന് സ്വപ്നവല്ലി പറയണ്ട്. അത് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളാ. ഇഷിതയുടെ കാര്യം പറഞ്ഞില്ലേ ചിപ്പി? പറഞ്ഞു. അതുകൊണ്ട് കൂടിട്ടാ ഞാൻ വേഗം വന്നത്. എന്ത് പറയാനാ, നിങ്ങൾ വേണം ഇനി അവളെ ഓക്കെ ആക്കാൻ. അപ്പോഴേക്കും മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആഹാ, മോൻ എത്തിയോ? എത്തി. ഇഷിതയുടെ കാര്യം അറിഞ്ഞിട്ടാണോ മോൻ വന്നത്? അത് മാത്രല്ല, ഇഷിതമ്മനെ കാണാൻ നേരത്തെ മുതൽ വിചാരിച്ചായിരുന്നു. പിന്നെ ഇവള് ഇഷിതമ്മയുടെ കാര്യം പറഞ്ഞപ്പോ ഇഷിതമ്മനെ പെട്ടെന്ന് കാണണമെന്ന് തോന്നി. മഹേഷ് പറയണ്ട്, മോനിങ്ങോട്ട് വാ, ചിപ്പിമോൾ ഇങ്ങോട്ട് വാ, നിങ്ങളുടെ രണ്ടുപേർത്തായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ അച്ഛാ? അത് നിങ്ങളുടെ ഇഷിതാമ്മയുടെ കാര്യം നിങ്ങൾക്ക് അറിയാലോ. ആളാകെ മൂഡൌട്ടിലാണ്, ഒരു ഡിപ്രഷൻ പോലത്തെ അവസ്ഥയിലാണ് അയാളിപ്പോ. അയാളുടെ ആ ഒരു മാനസികാവസ്ഥ മാറ്റണമെങ്കിൽ മക്കളായ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കില്ലേ മക്കളെ? തീർച്ചയായിട്ടും. നിങ്ങളുടെ കളിചിരി തമാശ ഉണ്ടെങ്കിൽ അവൾ എല്ലാം മറക്കും എന്നൊക്കെ മഹേഷ് പറയാണ്. അത് ഞാൻ നോക്കിക്കോളാം ഡാഡി എന്ന് നമ്മുടെ ആദി പറയുന്നുണ്ട്. ചിപ്പിയും അങ്ങനെ പറയാട്ടോ. അങ്ങനെ ചിപ്പി ഇഷിതയുടെ റൂമിലേക്ക് പോവാണ്. അമ്മേ എന്ന് വിളിക്കുമ്പോഴേക്കും ഇഷിത ചിരിച്ചുകൊണ്ട്, വാ മോളെ, അമ്മക്കൊരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റോ? ആരാത്? അമ്മക്ക് ഒരുപാട് സന്തോഷം തരുന്ന ആളാ. അമ്മ ഒന്ന് ഗസ് എന്ന് പറയുമ്പോ മനസ്സിലായി, ആദി അല്ലേ? ആഹാ, അമ്മ കറക്റ്റ് ആയിട്ട് പറഞ്ഞല്ലോ. അതെ, ആദ്യമായിട്ടും വന്നിട്ടുണ്ട്. എന്നിട്ട് എവിടെ? അപ്പോഴേക്കും ആദ്യം അങ്ങോട്ട് വരുവാ. മോനെ, എത്ര നാളായി നിന്നെ കണ്ടിട്ട്? ഇഷിതാമ്മ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? വല്ലാത്തൊരു അവസ്ഥ പോലെ. ഇഷിതാമ്മക്ക് ഇത് എന്തു പറ്റി? ഇപ്പോ സന്ദേശിക്കേണ്ട സമയമല്ലേ ഇഷിതാമ്മ? ഇഷിതാമ്മ എന്തിനാ ഇങ്ങനെ വേദനിക്കണത്? ഒന്നുമില്ല മോനെ. അല്ല, മോനുടെ ഈ കാര്യങ്ങളൊക്കെ ആരാ പറഞ്ഞത്? ചിപ്പി. എന്തിനാ മോളെ നീ ഈ കാര്യങ്ങളൊക്കെ മോനോട് പറഞ്ഞത്? കണ്ടില്ലേ, മോൻ ആകെ വിഷമോയില്ലേ? അത് സാരില്ല, ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ പിന്നെ അറിയണ്ടേ? അത് ചിപ്പി മാത്രമേ എന്നോട് പറയുള്ളൂ, അല്ലാതെ ഇവിടുത്തെ പ്രശ്നങ്ങൾ ആരും എന്നോട് പറയാറില്ലല്ലോ. ഇഷിതാമ്മക്ക് കുഴപ്പമൊന്നുമില്ല. ഇഷിതാമ്മ ആരാ ഇഷിതാമ്മനെ വേദനിപ്പിക്കണത്? ആകാശങ്ങളാണോ അതോ എന്റെ മമ്മിയാണോ? ആരാണെങ്കിലും ഇഷിതാമ്മ പറഞ്ഞു, എന്റെ കുഞ്ഞു അവനെ ഉപദ്രവിക്കാൻ ആര് ശ്രമിച്ചാലും ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ ആദ്യം പറയാണ്. അത് കേൾക്കുമ്പോ ഇഷിത പറയണ്ട, ഇത് മാത്രം മതി മോനെ, നിങ്ങളുടെ ഈ ഒരു സ്നേഹം മാത്രം മതി എന്ന് പറയാണ്. അങ്ങനെ ചിപ്പിയും അതുപോലെ തന്നെ ആദ്യം ഇഷിതയുടെ മുമ്പിൽ നന്നായിട്ട് തമാശയൊക്കെ പറഞ്ഞ് കളിച്ചിരിക്ക തമാശകളൊക്കെ ആയിട്ട് അങ്ങനെ നിക്കാട്ടോ. ഇഷിതയും ഏറെ കുറെ വിഷമങ്ങളൊക്കെ ആ സമയത്ത് മറക്കുന്നുണ്ട്. അതിനുശേഷം ആദ്യം ചോദിക്കുന്നുണ്ട് ചിപ്പി എടുത്ത് ഇഷിത അവിടെ നിന്ന് മാറിക്കഴിയുമ്പോൾ ചോദിക്കുന്നുണ്ട്, അല്ല ഇവിടുത്തെ ആളെവിടെ? ആര്? അല്ല, ഇവിടുത്തെ സ്പൈ വർക്കർ മഞ്ജിമ അവരെവിടെ? അപ്പയാണോ? അതെവിടെ ഉണ്ടാവോ എന്തോ, ആദ്യമായിട്ട് വന്നത് കൊണ്ട് ചിലപ്പോ അടുക്കളയിലോ എങ്ങാനോ അല്ലെങ്കിൽ റൂമിലോ ഉണ്ടാകും. ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചിപ്പി അപ്പുറത്തേക്ക് പോയി നോക്കിയിട്ട് പറയണ്ട്, അവരെ അടുക്കളയിൽ കയറി നിൽക്കുന്നുണ്ട്. അവരെനിക്കൊന്ന് കാണണം. എന്തിനാ ആദ്യമായിട്ടാ? അതൊക്കെ ഉണ്ട്, മോൾ ഇവിടെ നിൽക്ക് എന്ന് പറയാണ്. ശേഷം ആദ്യം നേരെ അടുക്കളയിലേക്ക് പോവാണ്. അവിടെ നമ്മുടെ മഞ്ജിമ ഉണ്ട് കേട്ടോ. അതെന്താ, മഞ്ജിമ അപ്പൊ ഇവിടെ ഒളിച്ചു നിൽക്കുവാണോ? അയ്യോ മോനെ ആദ്യം നീ വന്നതേ ഞാൻ കണ്ടേ ഇല്ല കേട്ടോ. മഞ്ജിമ അപ്പൊ കാണില്ലല്ലോ. എനിക്ക് മഞ്ജിമാപ്പടുത്ത് മാത്രമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. ആണോ? എന്താ മോനെ? മോനെ എന്ത് വേണമെങ്കിലും എന്നോട് പറയാലോ. എന്ത് പറ്റി മോനെ? എന്തിനും വിഷമമുണ്ടോ?
ഞാൻ മോന്റെ സ്വന്തം അപ്പയല്ലേ, മോൻ എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞോ എന്ന് പറയാണ്. അതെ, പറയാനല്ല എനിക്ക് പ്രവർത്തിക്കാനുള്ളത്. നിങ്ങൾ എന്താ ഇഷിതാമ്മ അടുത്ത് പറയണത്? അയ്യോ മോനെ, അവള് പറഞ്ഞതൊക്കെ പച്ചക്കള്ളമാണ്. ആരാ കള്ളം വേണമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, നിങ്ങളുടെ സ്വഭാവമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഇഷിതാമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞാവിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു. ദേ, ആ കുഞ്ഞാവെ ഇഷിതാമ്മയുടെ മാത്രം കുഞ്ഞാവയല്ല, എന്റെയും ചിപ്പിയുടെയും ഞങ്ങളുടെ ഡാഡിയുടെയും എല്ലാവരുടെയും കുഞ്ഞാവയാണ്. അതിനു വേണ്ടി ഇഷിതാമ്മടുത്തും ഇഷിതാമ്മയുടെ കുഞ്ഞിനെ എന്തെങ്കിലും പറ്റുന്ന രീതിയിൽ നിങ്ങൾ പെരുമാറേണ്ടല്ലോ. ഈ ആദിയുടെ സ്വഭാവം നിങ്ങൾ അപ്പൊ അറിയൂ. നീ എന്താണ് മഹേഷ് സംസാരിക്കുന്ന പോലെ സംസാരിക്കണത്? ഞാൻ മഹേഷിന്റെ മകനല്ലേ, അപ്പൊ മഹേഷ് സംസാരിക്കുന്ന പോലെ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയണം. മഞ്ജിമപ്പൊക്കെ അറിയാലോ, ഞാനേ ചെറിയ കുട്ടിയാണെന്നും മഞ്ജിമപ്പ വിചാരിക്കേണ്ട. എനിക്ക് ദേഷ്യം വന്ന എന്തും ഞാൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം പേടിപ്പിക്കാട്ടോ. മഞ്ജിമക്ക ആകെ നാണം കെട്ട് പോകാണ്. അതിനുശേഷം നമ്മുടെ രചനയാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് വീണ്ടും പറയുന്നുണ്ട് ആകാശിനോട്, നമുക്ക് ചിപ്പിനെ വേണ്ടിയിട്ട് ഒരു അപ്പീലും കൂടി കൊടുക്കാം കോടതിയിൽ ഒരു കേസ് കൊടുക്കാം. ചിലപ്പോൾ അവളുടെ മനസ്സ് മാറി അവൾ ആ മമ്മിയുടെ കൂടെ വന്നെന്ന് പറഞ്ഞാലോ, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മിറാക്കിൾ സംഭവിച്ചാലോ എന്നൊക്കെ രചന പറയുന്നുണ്ട്. അതനുസരിച്ച് ആകാശ് വീണ്ടും ഒരു അപ്പീൽ കൊടുക്കാൻ വേണ്ടി റെഡി ആവാട്ടോ, ചിപ്പിനെ വീണ്ടും കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രചനയും അതുപോലെ തന്നെ ആകാശും അറിയാണ് ഇവർ ഡോക്ടർ ദേവികനെയാണ് ഇവർ കാണാൻ പോകുന്നതെന്ന്. അത് ആദ്യം ഇവർക്ക് ഷോക്ക് ആവാട്ടോ. ഡോക്ടർ ദേവികയോ? അവരെന്തിനാ അവരെ കാണാൻ പോണത്? അല്ല, ഇവിടെ ഈ ലോകത്ത് എന്തോരം നല്ല ഡോക്ടർ ഉണ്ട്, അല്ല അവളുടെ ഹോസ്പിറ്റലിൽ തന്നെ നല്ല നല്ല ഡോക്ടേഴ്സ് ഉണ്ട്, പിന്നെ ഇതിനെ അവൾ ഒരു പ്രാവശ്യം ചതിച്ച ഡോക്ടർ ദേവികയുടെ തന്നെ പോണത്? അതെന്തായാലും നന്നായി എന്ന് ആകാശ് പറയാണ്. അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാവും രചന. എങ്ങനെ? ഡോക്ടർ ദേവിക പണം കണ്ട അതിന്റെ മേളിൽ വീഴുമെന്ന് നിനക്കറിയാലോ. അത് മുമ്പല്ലേ ആകാശ്, ഇപ്പൊ അവരങ്ങനെ വീഴോ? തീർച്ചയായിട്ടും വീഴും. അവരുടെ കൊച്ചുമകളുടെ അസുഖമൊക്കെ ഭേദപ്പെടുത്തിയത് ഇഷിത തന്നെയാണ്, ശരി, സമ്മതിച്ചു. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത്രയോ നാളായില്ലേ, അവരുടെ മൈൻഡൊക്കെ മാറിയിട്ടുണ്ടാവും. നമുക്ക് അവരെ പോയിന്ന് കാണാം, അവര് പ്രതീക്ഷിക്കാത്തത്ര പൈസ വെച്ചിട്ട് അവരെ മൂടാം, നമ്മുടെ കാര്യം അവരോട് ആവശ്യപ്പെടാം. ഇതൊക്കെ നടക്കും ആകാശ്, തീർച്ചയായിട്ടും നടക്കും. അതിന് താൻ മുൻകൈ എടുക്കണം. ആദ്യം താനൊന്ന് അവരുടെ അടുത്തേക്ക് പോകണം. എന്നിട്ട് അവരുടെ അടുത്ത് കുട്ടികളാവുന്നില്ല, അതിന്റെ ചികിത്സ ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന രീതിയിൽ അവരുടെ അടുത്തിടപഴകണം. എന്നിട്ട് പതുക്കെ പതുക്കെ വേണം കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി. മനസ്സിലായോ? മനസ്സിലായി ആകാശ്, തന്നെ കൊണ്ട് മാത്രമേ ഇത് സാധിക്കുള്ളൂ. എനിക്ക് മനസ്സിലായി, ഞാൻ തീർച്ചയായിട്ടും അതിനു വേണ്ടി ശ്രമിക്കാം എന്നൊക്കെ രചന പറയാട്ടോ. ആകാശിന് സന്തോഷാവാണ്. പിടിക്കപ്പെടണമെങ്കിൽ അവള് പിടിക്കപ്പെട്ടോളും എന്നാണ് ആകാശിന്റെ ചിന്ത കേട്ടോ. അങ്ങനെ രചന ഒന്നറിയാത്ത പോലെ സാധാരണ പോലെ ഒരു ഡോക്ടറെ കാണുന്ന പോലെയാണ് ആദ്യം നമ്മുടെ ഡോക്ടർ ദേവിയുടെ അടുത്തേക്ക് പോണത്. ഈ രചനനെ കാണുമ്പോൾ തന്നെ ഡോക്ടർ ദേവികക്ക് മനസ്സിലായി, കാരണം നേരത്തെ മഹേഷ് ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട്. അതുകൊണ്ട് തന്നെ ആകാശിന്റെയും അതുപോലെ തന്നെ രചനയുടെ തന്ത്രമൊന്നും ഡോക്ടർ ദേവിക നടക്കില്ല. അവരെന്ത് സംസാരിച്ചാലും അപ്പൊ തന്നെ റെക്കോർഡ് ചെയ്യണമെന്നും വീഡിയോ കോൾ മഹേഷിനെ വിളിക്കണമെന്നൊക്കെ നേരത്തെ മഹേഷ് പറഞ്ഞു വെച്ചത് കൊണ്ട് തന്നെ രചന ആ മാതിരി എന്തെങ്കിലും ചെയ്താൽ അപ്പൊ തന്നെ നമ്മുടെ ഡോക്ടർ ദേവിക നമ്മുടെ മഹേഷിനെ വിളിക്കും. അവിടെ പ്രശ്നങ്ങളാവും, പോലീസ് വരും, രചനനെയും ആകാശ് അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. എന്തായാലും അങ്ങനത്തെ നല്ല അടിപൊളി ഭാഗങ്ങൾ നമുക്ക് ഇനി ഈ വരുന്ന ആഴ്ചയിൽ കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.